പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനാമിക ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ ഫേസ്ബുക്കിൽ തൻ്റെ മുൻ കാമുകനായിട്ടുള്ള ദർശൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ കാണുന്നത്. ആ ഒരു പ്രൊഫൈൽ ഫോളോ ചെയ്ത് നോക്കുന്ന സമയത്തായിരിക്കും ദർശൻ ഇപ്പോൾ വലിയൊരു കോടീശ്വരനാണെന്നും കോടികളുടെ ആസ്തിയാണ് ഇപ്പോൾ ദർശൻ ഉള്ളത് എന്ന കാര്യമെല്ലാം തന്നെ അനാമിക മനസ്സിലാക്കും. ആ ഫോട്ടോസ് ഓരോന്നോരോന്നായിട്ട് മാറി മാറി നോക്കിക്കൊണ്ട് തന്നെ അനാമിക പറഞ്ഞിട്ട് ഷോ അന്ന് ഞാൻ ഒരിക്കലും അവനെ ഒഴിവാക്കേണ്ടായിരുന്നു. അന്ന് ഇവൻക്ക് 10 പൈസ ഗതിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് അവൻ കോടീശ്വരനാണ്. അന്ന് ഇവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവനെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഈ കോടാനക്കോടി സ്വത്തെല്ലാം തന്നെ എനിക്ക് അനുഭവിക്കാമായിരുന്നു. ഓ, ഇവിടെ ഉണ്ടല്ലോ എനിക്കൊരു ഭർത്താവ്, ഒരു കോന്തൻ ഭർത്താവ്. മീശ ഉണ്ടെന്ന് പേരിന് പറയാനല്ലാതെ അവനൊരാണാണെന്ന് പറയാൻ പറ്റുമോ? അനന്തപുരിക്കാർ വലിയ കോടീശ്വരന്മാരാണെന്നൊക്കെയാ പറച്ചില്, പക്ഷെ എനിക്കെന്താ കിട്ടുന്നത്? എന്താണെങ്കിലും ഈ ഒരു ബന്ധം പുതുക്കിയേക്കാം, ഇവനൊരു മെസ്സേജ് അയച്ചിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ആ ഒരു ദർശന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിടും. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇവനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കട്ടെ അനാമിക മെസ്സേജ് അയക്കുന്നത്. പിന്നീട് അങ്ങനെ വേണുവിനെ രേവതിയെ കാണാൻ വേണ്ടിയിട്ട് അനാമിക നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അനാമിക വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് കുറേ അധികം ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കട്ടെ കയറി ചെല്ലുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നത്, അല്ല എന്താ മോളെ ഇത് പതിവില്ലാതെ, നീ ഇന്നെന്താ കുറേ അധികം ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണല്ലോ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട് അമ്മക്കായിരുന്നല്ലോ ഇത്ര നാളും വരാതെ ഞാൻ ഇങ്ങോട്ടേക്കൊന്നും കൊണ്ടുവരുന്നില്ല എന്ന്. അപ്പോൾ രേവതി പറഞ്ഞിട്ട് അതിന് ഞാൻ നിന്നോടിങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുവരാനല്ല പറഞ്ഞത്, അനന്തപുരി തറവാട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് സ്വർണ്ണമോ പണമോ രത്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാനാ പറഞ്ഞത്. അല്ലാതെ വഴിയിൽ കിട്ടുന്ന ഈ 100 രൂപയുടെ ഫ്രൂട്ട്സുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാനൊന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അനാമിക പറഞ്ഞിട്ട് അമ്മ തൽക്കാലം ഈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെക്ക്, എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം, അമ്മ പോയിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവാ. രേവതി ഏതായാലും ആ ഫ്രൂട്ട്സുമായിട്ട് അകത്തേക്ക് പോയതിന് ശേഷം 3 ഗ്ലാസ് ജ്യൂസ് 3 പേർക്കുമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. വേണു അനാമികയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടക്കുമോ? അച്ഛനാണെങ്കിൽ ഇപ്പോൾ പൈസക്ക് നല്ല ടൈറ്റാ, എന്തെങ്കിലും കുറച്ചെങ്കിലും കിട്ടിയാലേ അച്ഛൻ എന്തെങ്കിലുമൊക്കെ മറിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഈ പറയുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ നിന്ന് പൈസ എടുത്തുകൊണ്ട് വരിക? അനിയുടെ സ്വഭാവം അച്ഛന് നന്നായിട്ട് അറിയാവുന്നതിലെ അവനാണെങ്കിൽ എനിക്കൊരു 10 രൂപ പോലും തരുന്നില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും അവനോട് ചോദിച്ചിട്ടിങ്ങനെ വാങ്ങിക്കണം. എനിക്കൊരു പൊട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പോലും അത് അവൻ്റെ അടുത്ത് പറയണം. എന്നെ കൊണ്ടൊരിക്കലും അവന് സഹിക്കാനേ പറ്റുന്നില്ല. ആ സമയത്താണ് അച്ഛനും അമ്മയും കൂടി എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന വിധം അവിടെ നിന്നും എടുക്കാൻ പറ്റുന്നിടത്തോളം സ്വർണ്ണം ഞാൻ നിങ്ങൾക്കൊക്കെ കൊണ്ടുവന്ന് തന്നതല്ലേ, ഇനി ഞാൻ എന്താ ചെയ്യുക അച്ഛാന്ന് ചോദിക്കും. സത്യം പറയാലോ അച്ഛാ, ഇപ്പം എനിക്ക് തോന്നുന്നതേ അവനെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നാ. അനന്തപുരി തറവാട്ടിലെ മരുമകളായെന്ന് വാക്കുകൊണ്ട് പറയില്ലാതെ നമുക്ക് എന്തെങ്കിലും 10 പൈസയുടെ ഉപകാരമുണ്ടോ? എന്നാൽ ആ നയനക്കും നവ്യക്കും അവരെല്ലാവരും ചേർന്നതിൻ്റെ കോരി വാരി കൊടുക്കുകയാണ് എപ്പോഴും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ദർശൻ എങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ കോടീശ്വരി ആയിരുന്നു എന്ന് പറയാട്ടെ അനാമിക. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പറഞ്ഞത്? നീ ആരുടെ കാര്യമായി പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അച്ഛനറിയില്ലേ ദർശൻ, അവൻ എൻ്റെ പുറകെ ഒരുപാട് കാലം നടന്നതല്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം നമ്മൾ വാങ്ങിയെടുക്കുകയും ചെയ്തു. നമ്മൾ വിചാരിച്ചതുപോലെ അവൻ അത്ര വലിയ പണക്കാരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അവനെ നൈസായിട്ട് നമ്മളങ്ങ് ഒഴിവാക്കിയ കാര്യമൊക്കെ അച്ഛൻ എന്താ ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നോ എന്ന് ചോദിക്കാട്ടോ അനാമിക. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, അവനോ? അന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അവനെ ഇനിയും കൂടെ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന്? അതുകൊണ്ടല്ലേ മോളെ നീ നൈസായിട്ട് അവനെങ്ങനെ തേച്ചതെന്ന് ചോദിക്കാട്ടോ വേണു. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് പറ്റിയ വലിയൊരു തെറ്റ്. അന്ന് അച്ഛനും എൻ്റെ കൂടെ കൂട്ടുനിന്നു. എന്ത് ചെയ്യാനാ, അവനെ അന്ന് ഒഴിവാക്കേണ്ടായിരുന്നു. അവനിപ്പോൾ വലിയ കോടീശ്വരനാ. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, അതൊക്കെ എങ്ങനെ നിനക്കറിയാമെന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ കണ്ടു. അവനിപ്പോൾ വലിയ കോടീശ്വരനാ, ഒരുപാടധികം ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ അവൻക്കുണ്ട്. അവൻ്റെ റീസെൻറ്റ് ഫോട്ടോസൊക്കെ അവൻ FBയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമ്മുടെ കടബാധ്യതകളൊക്കെ ഇപ്പോൾ അവനങ്ങ് തീർത്തേനെ. അപ്പോൾ വേണു പറഞ്ഞിട്ട്, ഇപ്പോഴും അതിനുള്ളൊരു ചാൻസ് ഉണ്ട് മോളെ, അനിയമായിട്ടല്ലെങ്കിലും അധിക കാലമൊന്നും ഈ കണക്കിന് മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ആ അനിയെ നിനക്ക് ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ പിന്നെ നിനക്ക് ആ ദർശനെ അങ്ങ് കല്യാണം കഴിക്കാലോ എന്ന് പറയും. അപ്പോൾ പിന്നെ നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ സൗഭാഗ്യങ്ങളൊക്കെ നിനക്ക് കിട്ടുമെന്ന് പറയട്ടെ വേണു. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അച്ഛന് തോന്നുന്നുണ്ടോ ഇനി ആ ദർശൻ എന്നെ വിശ്വസിക്കുമെന്ന്? ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു പക്ഷേ അവൻ എന്നെ അങ്ങ് ആട്ടി ഓടിക്കും. അച്ഛനറിയാവുന്നതല്ലേ, അവൻ എൻ്റെ പുറകെ ഒരുപാട് തവണ കെഞ്ചി കേണപേക്ഷിച്ച് നടന്നതായിരുന്നു. ഞാനാണ് അവനെ നൈസായിട്ട് അങ്ങ് തേച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ വേണു പറഞ്ഞിട്ട്, മോളെ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നീ അവനെ സ്നേഹിച്ചതായിരുന്നു കപട സ്നേഹം. പക്ഷേ ഒരിക്കലും അവൻ അങ്ങനെയല്ല, അവൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് ആ സ്നേഹം ഇപ്പോഴും അവൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ കാണും. അല്ല മോളെ, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇനിയൊരു പക്ഷേ അവൻ്റെ കല്യാണം എങ്ങാനും കഴിഞ്ഞു കാണുമെന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അവൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവനിപ്പം നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഏതായാലും ഒരു എറിഞ്ഞു നോക്കാമെന്നൊക്കെ ചിന്തിച്ചിട്ട് അവൻക്കൊരു മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട് എന്ന് പറയാട്ടോ അനാമിക. ഇത് കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. രേവതി പറഞ്ഞിട്ട്, എൻ്റെ വേണുവേട്ടാ, ഇനിയിപ്പോൾ വേണുവേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ മോൾ അങ്ങനെ മെസ്സേജ് അയക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ ആരുടെയാ മോള്?
എൻ്റെ മോൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ 3 പേരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുന്നുണ്ട്. എന്നാൽ അനാമികയുടെ മെസ്സേജിന് റീപ്ലൈ ആയിക്കൊണ്ട് തന്നെ ദർശൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ഇതാര് അനാമികയോ, തനിക്ക് എന്നെ ഓർമ്മയുണ്ടോടാ? അപ്പോൾ അനാമിക മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തന്നെ അങ്ങ് മറക്കാൻ പറ്റുമോ? ആ സാഹചര്യത്തിൽ എനിക്ക് നിന്നെ അങ്ങ് ഒഴിവാക്കേണ്ടി വന്നു. അല്ലാതെ എൻ്റെ മനസ്സിൽ ഒരിക്കലും തന്നോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല. ദർശൻ ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാമോ എന്ന് മെസ്സേജ് അയക്കാട്ടോ അനാമിക. ദർശൻ ഏതായാലും അനാമികയെ വിളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ആ അനാമികയെ, നിന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നെ വലിയ കോടീശ്വര കുടുംബത്തിലേക്കാണല്ലോ കല്യാണം കഴിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ അതെ, കോടീശ്വര കുടുംബത്തിലേക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാൻ അവനെ കല്യാണം കഴിച്ചതും. നീയുമായി പിരിഞ്ഞതിന് ശേഷം പിന്നെ എന്നും നിന്റെ ഓർമ്മകൾ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ എന്നെ വല്ലാതെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിച്ചത് തന്നെ. അപ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അനാമിക നീ ഈ പറയുന്നത്? അപ്പോൾ നിന്റെ ഇഷ്ടത്തോടെ അല്ലായിരുന്നോ കല്യാണം കഴിച്ചത്? എന്നിട്ടിപ്പോൾ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടു കൂടിയല്ലയോ കഴിയുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അനാമിക പറയുന്നത്, അതിൻ്റെ കാര്യമൊന്നും പറയേണ്ട ദർശ, അവനെ ഒരിക്കലും ഇപ്പോഴും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ്റെ ചിന്താഗതിയും എൻ്റെ ചിന്താഗതിയും രണ്ടും രണ്ടാണ്. അവൻ കെട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു തരത്തിലും ഞാൻ അവന് സ്വന്തമായിട്ടില്ല. അങ്ങനെ ദർശനുമായിട്ട് അനാമിക വീണ്ടും കുറേ നേരം സംസാരത്തിനൊടുവിൽ ദർശൻ്റെ മനസ്സിലേക്ക് വീണ്ടും അനാമിക നൈസിലങ്ങ് കയറിക്കൂടും. അങ്ങനെ ഒരിക്കൽ അനാമികയെ കാണണമെന്ന് പറയാട്ടോ ദർശൻ. അങ്ങനെ ദർശൻ വിളിച്ചതനുസരിച്ച് അനാമിക പോയിട്ട് ദർശനെ കാണുകയും രണ്ടുപേരും ഒത്തൊരുമിച്ച് കുറേ നേരം സംസാരിക്കുകയും അവർ രണ്ടുപേരും ഒരുപാട് അങ്ങനെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ദർശൻ അനാമികയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരും. അനാമികയും ദർശനും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ദർശൻ സർപ്രൈസ് ആയിട്ട് അനാമികയുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. എന്നാൽ വീട്ടിലെത്തിയെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ അനാമികക്ക് ആകെ ടെൻഷനായിരിക്കും. അനാമിക ചോദിക്കുന്നുണ്ട്, ദർശ നീ എന്ത് പണിയായി കാണിച്ചത്? നീ എന്തിനാ ഇപ്പോൾ വീട്ടിലേക്ക് വന്നത്? എന്തിനാ ദർശ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ എല്ലാം ക്യാമറയാണെന്നൊക്കെ പറയുന്ന സമയത്തിന് ദർശൻ പറയുന്നുണ്ട്, അതിനെന്താ അനാമികയെ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ. നീയല്ലേ പറഞ്ഞത് നിന്റെ ഹസ്ബൻഡ് എങ്ങോട്ടേക്കോ ടൂറ് പോയി എന്ന്. നിന്നെ കാണാൻ എനിക്ക് ഒത്തിരി അധികം കൊതിയായി. അപ്പോൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണെന്ന് പറയും. ഏതായാലും എനിക്ക് നിന്നെ സ്വസ്ഥമായിട്ടിരുന്ന് കുറേ നേരം കാണണം. അതുപോലെ തന്നെ നിന്നോട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. പുറത്ത് വെച്ച് കാണുമ്പോഴൊക്കെ നിനക്ക് പേടിയായിട്ട് നീ പെട്ടെന്നങ്ങ് പോവാറല്ലേ. അവിടെ വെച്ച് ആരെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞ് നീ പേടിച്ച് വിറച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇരിക്കാറുള്ളത്. ഇതാകുമ്പോൾ സ്വസ്ഥമായിട്ട് എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം, കുറേ നേരം നമുക്കിരുന്ന് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയട്ടെ ദർശൻ. എന്താണെങ്കിലും അനന്തപുരിക്കാരും തന്നെ കാണാതെ ദർശൻ നേരെ അനാമികയുടെ ബെഡ്റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ഡോറൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനി പുറത്തു പോയത് കൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മാറി മാറി അനി എങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും അനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അനിയനെ ഫോൺ ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിക്കും മുത്തശ്ശനും ഭയങ്കര ടെൻഷനാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറേ ദൂരം പോയതാ. ഇത്ര നേരമായിട്ട് അവൻ ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ട് പോലുമില്ല. അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ഇത്ര സമയത്തിനിടയ്ക്ക് അവൻ വീട്ടുകാരെയൊന്ന് വിളിക്കുന്നതാണ് പതിവ്. ഇന്ന് അവൻ്റെ വിളിയൊന്നും കണ്ടില്ലല്ലോ. ഇനിയൊരു പക്ഷേ അവൻ എങ്ങാനും അനാമിക മോൾക്ക് വിളിച്ചു കാണുമോ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അനാമിക മോളോടൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട, നീ ഇനി മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയൊന്നും പോവണ്ട. നിനക്ക് മുട്ടുവേദനയാണെന്നല്ലേ പറഞ്ഞത്, ഞാൻ പോയിട്ട് മോളോട് ചോദിച്ചേക്കാം. അങ്ങനെ അനാമികയോട് അനി വിളിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ നേരെ അനാമികയുടെ മുറിയിലേക്ക് വരികയാണ്. എന്നാൽ ഡോറിൻ്റെ അവിടെ വന്ന ഉടനെ തന്നെ അനാമികയുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ടോ മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാലും അനാമിക മോൾ ആരോടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്? അനിമോൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഏതാ ഒരു ആൺശബ്ദം. ഇനി ഒരു പക്ഷേ ഫോണിൽ ലൗഡ് സ്പീക്കറിട്ട് സംസാരിക്കായിരിക്കോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ നേരെ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും റൂമിൽ അനാമികയുടെ കൂടെ മറ്റാരോ ഉണ്ട് എന്ന കാര്യം മുത്തശ്ശന് തോന്നുന്നത്. പിന്നീട് അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിൽക്കുന്ന സമയത്തിന് അനാമികയും ദർശനും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശൻ കേൾക്കാനിടവരും. ദേഷ്യം സഹിക്കാൻ കഴിയാതെ മുത്തശ്ശൻ ഒരൊറ്റ ചവിട്ടിന് ഡോറങ്ങ് തുറക്കും. അപ്പോഴേക്കും മുത്തശ്ശൻ്റെ ആ ഒരു ദേഷ്യം കണ്ടിട്ട് അനാമിക ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അനാമികയുടെ പോലെ ഷോക്കായി തന്നെയായിരിക്കും ദർശന് നിൽക്കുന്നത്. എന്നാൽ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അനാമികയുടെ നേരെ അങ്ങ് ചെന്നിട്ട് തിരിച്ചും മറിച്ചങ്ങ് നിർത്താതിട്ട് അടിക്കാണ് അനാമികനെ. അതിനുശേഷം ദർശനായിട്ട് രണ്ടങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ട്, എടി നീ ഇങ്ങനെ ഒരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ നീ ഇത്ര കാലം എൻ്റെ അനിമോനെ വഞ്ചിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അത് മുത്തശ്ശ, ഇവൻ എൻ്റെ വെറും ഒരു കൂട്ടുകാരനാണ്. ഇവൻ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണെന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്തിന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എപ്പോൾ കാണാൻ വന്നു? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ ഇവൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. നേരായ മാർഗത്തിലാണ് ഇവൻ ഇങ്ങോട്ടേക്ക് കയറി വന്നതെങ്കിൽ നിന്റെ കൂട്ടുകാരനാണെന്ന് ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഇവനൊരു കൂട്ടുകാരനാണെങ്കിൽ ആരും കാണാതെ മതിൽ ചാടിയായിരിക്കും നിന്നെ കാണാൻ ഇവൻ ഇങ്ങോട്ടേക്ക് വരേണ്ടത്. മതി, ഇനി ഏതായാലും നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഇതേതായാലും എല്ലാവരെയും അറിയിക്കണം. എന്നാൽ ഇതേ സമയത്തിന് ദർശൻ തൻ്റെ ഇമേജിനെ അതൊക്കെ ബാധിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്തിന് മുത്തശ്ശൻ ദർശനെ അങ്ങ് തടഞ്ഞു നിർത്തും.
എന്നാൽ അവർ രണ്ടുപേരെയും പിടിക്കപ്പെട്ടാൽ പിന്നെ അത് വലിയൊരു പ്രശ്നമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അനാമിക പെട്ടെന്ന് മുത്തശ്ശനെ അങ്ങ് തള്ളിയിടുകയാണ്. മുത്തശ്ശനെ അങ്ങ് തള്ളിയിടുന്നതോടുകൂടി തന്നെ മുത്തശ്ശൻ്റെ തല കട്ടിലിടിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ അബോധാവസ്ഥയിൽ അവിടെ അങ്ങ് താഴേക്ക് എടുക്കും. അതോടുകൂടി തന്നെ ദർശൻ അവിടെ നിന്നങ്ങ് ഓടി രക്ഷപ്പെടും. കുറേ നേരമായിട്ട് മുത്തശ്ശനെ താഴേക്ക് കാണാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തായിരിക്കട്ടെ അബോധാവസ്ഥയിൽ മുത്തശ്ശൻ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണുന്നത്. പിന്നീട് അങ്ങനെ മുത്തശ്ശന് ബോധമൊക്കെ വന്നതിന് ശേഷം ഈ ഒരു കാര്യം മുത്തശ്ശൻ ആരോടും തന്നെ പറയുന്നില്ല. പക്ഷേ അനാമിക ഇങ്ങനൊരു ഫ്രോഡാണെന്നും ഇങ്ങനൊരു വഞ്ചകയാണെന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശൻ തിരിച്ചറിയും. അതോടുകൂടെ തന്നെ അനിയുടെ ജീവിതത്തിൽ നിന്നും എല്ലാ അർത്ഥത്തിലും അനാമികയെ ഒഴിവാക്കാനായിരിക്കട്ടെ പിന്നീട് മുത്തശ്ശൻ്റെ ശ്രമം. പിന്നീട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട്. പിന്നീട് അങ്ങനെ അനിയും അനാമികയും തമ്മിൽ ഡിവേഴ്സ് വക്കിലാവുന്നുണ്ട്. ഇത് മാത്രമല്ല അനിയുടെ ജീവിതത്തിലേക്ക് നന്ദു കടന്നു വരുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതേ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാട്ടോ. പത്തരമാറ്റിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.